നമസ്കാരം. നമസ്കാരം. ഇത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടയം 14 വാർഡിലെ ശ്രീ സജു ഖാൻ. നമ്മൾ ജനകീയനായ ഒരു ജനപ്രവർത്തകനാണ്, ജനകീയനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 9 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു. എന്തായിരുന്നു എന്നല്ലേ, അന്ന് കുട്ടികൾക്ക് പഠനോപകരണ വിതരണങ്ങൾ നൽകുന്നതിന്റെ ഒരു തിരക്കിലായിരുന്നു നമ്മളിവിടെ വന്നത്. ഇപ്പൊ പക്ഷെ നമ്മൾ വന്നത് ഓണത്തിന്റെ, അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും അവസാനിക്കുന്നേ ഇല്ല. അതിങ്ങനെ അനിശ്ചിതം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം സജു ഖാൻ ഈസ് ഈക്വൽ ടു എന്താ വേണ്ടേ, ജനകീയനായ ജനമനസ്സുകളിടം നേടിയ ഒരാളെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഇപ്പം ഓണക്കോടി വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെ ചോദിക്കാം. നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴ് ഈ കുട്ടികളുടെ പഠനോപകരണ വിതരണങ്ങൾ കൊടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ഈ പ്രാവശ്യം ഓണക്കോടി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. എന്താ പറയാനുള്ളത്? നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന സമയത്ത് നമുക്ക് ആരോഗ്യവും നമുക്ക് സമയമുള്ള ഒരു സമയത്ത് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ ജീവിതത്തിൽ ആ സമയമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണല്ലോ ചെറുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഇന്ന സമയത്ത് ഇന്നത് പ്രവർത്തിക്കുക എന്നുള്ളതല്ല. നമ്മളിപ്പോ ഓണം വന്നപ്പോ നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഒരു ഓണ സദ്യ നടത്തണമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലെല്ലാ ഞായറാഴ്ചയും എൻ്റെ വാർഡിൽ തന്നെയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഒരു ചിന്നമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചി വരുമായിരുന്നു. അവർക്ക് അവസാന സമയത്ത് ക്യാൻസർ ഒക്കെ വന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തെങ്കിലും മരണപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങൾ അവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഓണസദ്യ സംഘടിപ്പിക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ അവര് മരണത്തിൽ പിന്നെ അത് മാറ്റി എല്ലാ അമ്മമാർക്കും ഓണക്കൂടി കൊടുക്കുക എന്നുള്ളൊരു പ്രോഗ്രാമിലേക്ക് എത്തി. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യം പഠനോപകരണവും സ്കൂൾ ബാഗും ഒക്കെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങള് 100 സഹോദരിമാർക്ക് തയ്യൽ മെഷീൻ കൊടുത്തായിരുന്നു. തയ്യൽ മെഷീൻ കൊടുത്തത് കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾക്ക് അരിയും പച്ചക്കറിയും പിന്നെ 1 ലക്ഷം മാസ്കും ഒക്കെ വിതരണം ചെയ്തായിരുന്നു. ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യാന്നുള്ളതാണ്. ഈ മാതൃഭാവത്തോട് ഭയങ്കര ഇന്റിമസി ഉള്ള ഒരാളാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഈ അമ്മമാർക്ക് സഹോദരിമാർക്ക് മുൻഗണന നൽകിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യും. അതല്ല, ഈ ഒരു വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഏത് വീട്ടിൽ പോയി നോക്കിയാലും ആ വീട്ടിലെ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവര് ഒതുക്കി വെച്ചിട്ടായിരിക്കും മക്കളുടെയും ഭർത്താവിന്റെയും വീട്ടിലെ മറ്റു ആളുകളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത്. അപ്പം അവരെ കരുതാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓണം പ്രത്യേകമായി ഈ ഓണത്തിന് പ്രത്യേകമായി ഒന്ന് കരുതി എന്നതേ. അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ നമ്മള് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളില് +2 പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് ഗംഗ എന്നാണ് അതിന്റെ പേര്. അത് KSU പാനലോട് മത്സരിച്ചതാണ്. അപ്പൊ അതിന് വീടില്ലായിരുന്നു. അപ്പോ സ്വാഭാവികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിലുള്ള ആളുകൾക്കെല്ലാം വീട് കൊടുക്കുവാൻ പല പദ്ധതികളുണ്ട്. പക്ഷെ അതിന് ഇതുവരെയും വീട് കിട്ടിയില്ല. അതങ്ങനെ ഞങ്ങളെ വിളിച്ച് അതിന്റെ വീട്ടിൽ കൊണ്ട് കാണിക്കുകയും വീടൊക്കെ കാണിക്കുമ്പോൾ ചെയ്തപ്പോൾ 2 പെൺകുട്ടികളുള്ള 10-ലും 1 +2 പഠിച്ചുകൊണ്ടിരുന്നത് അതിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തിരുന്നു. അപ്പൊ ആ വീട് ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ഓണത്തിന് അതിന് താക്കോൽ കൊടുക്കണമെന്നാണ് കരുതിയത്. ഇന്ന് അവന്റെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ തീരുന്നതേ ഉള്ളൂ. പിന്നെ കറണ്ട് കിട്ടുന്നതിന് താമസമുണ്ട്. അപ്പൊ ഓണം ഈ മാസം തന്നെ അതിന് താക്കോൽ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അതും ഇത് ഓണത്തോടനുബന്ധിച്ച് പൂർത്തീകരിക്കും. ഈ ഓണക്കോടി വിതരണം എവിടെ വെച്ചിട്ട് അതെന്നാ കൊടുക്കുന്നത്? ഓണക്കോടി വിതരണം ഓൾറെഡി തുടങ്ങി. ഞങ്ങള് ഇപ്പൊ ലാഹയിലും പിന്നെ 2-3 കോളനികള് ട്രൈബൽ കോളനികൾ പോയി അവിടെയുള്ള അമ്മമാർക്ക് ഓണക്കോടി കൊടുത്തു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളിപ്പം നേരത്തെ പ്രചരണം നൽകിയിരുന്നു. ഒരു കാർഡ് ഇറക്കി അതിന്റെ അകത്ത് 2 ഫോൺ നമ്പറും വെച്ചിരുന്നു. ആ നമ്പറിലേക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത ആളുകളിൽ അർഹരായിട്ടുള്ള 1000-ലധികം അമ്മമാരെ കണ്ടെത്തി ഈ വരുന്ന 3-ാം തീയതി സെപ്റ്റംബർ 3-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ വരുമ്പോ അവിടെ നമ്മള് ഇവരെ ഐഡന്റിഫൈ ചെയ്തിരുത്തിയിട്ട് ഇവരെ കൈകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ. നേരത്തെ വേറെ സ്റ്റേജിലേക്കൊന്നും വിളിക്കാതെ അവരെ കൈകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യം പ്രോഗ്രാം ചാർട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ അവരുടെ കൈകളിലേക്ക് എത്തുക, സന്തോഷമായിട്ട് ഈ ഒരു ഓണം ഇത് ഏറ്റുവാങ്ങുന്ന ആയിരക്കണക്കിന് അമ്മമാർക്കും അമ്മമാരുടെ മനസ്സിലും അവരുടെ കുടുംബത്തിലും ഒക്കെ സജു ഖാൻ എന്ന ആ നല്ല മകനെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഒരു അടയാളം കൂടിയാണ്. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ 9 ന്യൂസ് പ്രേക്ഷകരോട് സജു ഖാൻ എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യന് എന്താ പറയാനുണ്ടെന്ന്? ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ്. എല്ലാവരും ഓണം ആഘോഷിക്കുന്നവരുമാണ്. ഓണം ആഘോഷിക്കുമ്പോൾ ഓണക്കോടി ഇല്ലാതെ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ ഒരു ദിനമായിരിക്കുകയല്ല. അതുകൊണ്ട് എല്ലാവർക്കും തുണിയെടുത്താലും ആ വീട്ടിലെ അമ്മയ്ക്ക് തുണിയെടുക്കാൻ
അമ്മ എന്ത് ചെയ്യും? അമ്മ ഒന്ന് കരുതിയിരിക്കും. അമ്മയ്ക്ക് തുണി എടുത്തില്ലെങ്കിലും ബാക്കിയുള്ളവർക്കെല്ലാം ഓണക്കോടി എടുക്കാൻ കരുതും. ആ അമ്മയ്ക്ക് ഓണക്കോടി എടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് വീടുകളുണ്ട്. ആ അമ്മമാർക്ക് നമ്മളൊരു ഓണക്കോടി കൊടുക്കുക. ആ ഓണക്കോടി കൊടുക്കുന്നത് കൂടി സമൂഹത്തില് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അവരുടെ ഓരോ പ്രശ്നങ്ങളും നമ്മളെപ്പോലുള്ള മറ്റു പലരും കണ്ടെത്തി അതിനുള്ള പരിഹാരവുമായി മറ്റു പലരും വരും. അതാണ് നമ്മളും ഈ ഓണം കൊണ്ട് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു പ്രവൃത്തിയായിരിക്കും, പക്ഷെ അത് കാണുമ്പോൾ വേറെ പലർക്കും ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ അവർ ചെയ്യാറുമുണ്ട്. ഒരുപാട് ആളുകൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ആളുകളെ കണ്ടാണ് നമ്മൾ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി, സങ്കടങ്ങളൊക്കെ മാറി, ആളുകൾക്ക് സന്തോഷത്തിന്റെ ഒരു പുതിയ യുഗം പിറക്കട്ടെ. ഈ ഓണത്തോടനുബന്ധിച്ച് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണാശംസകൾ നേരുന്നതോടൊപ്പം പുതിയ ഓണത്തിന് ശേഷമുള്ള ജീവിതം ഒരു പുതിയ യുഗമായി മാറട്ടെ. പുതിയ ആളുകൾ പുതിയ പ്രതീക്ഷകളുമായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരുപാട് അമ്മമാരുടെ സഹോദരിമാരുടെ കരുത്തും കരുതലുമായി ഇനിയും മുൻപോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.